എല്ലാവർക്കും നമസ്കാരം. കരൺ ജോഹർ പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസായ ഷോർട്ട് ടൈം എന്ന വെബ് സീരീസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഷോർട്ട് ടൈമിൻ്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വിക്ടർ ഖന്ന, ബോളിവുഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ഹൗസസ് ആയ വിക്ടറി സ്റ്റുഡിയോസിൻ്റെ സ്ഥാപകൻ. വിക്ടറി സ്റ്റുഡിയോസ് ഇപ്പം നടത്തുന്നത് അയാളുടെ മകനായ രഘു ഖന്നയാണ്. വിക്ടറും രഘുവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. രഘു ഭയങ്കര അറഗൻ്റായ വ്യക്തിയാണ്. ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ആളാണ്. പക്ഷേ വിക്ടർ നേരെ ഓപ്പോസിറ്റാണ്. സിനിമയോടുള്ള അപ്രോച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വിക്ടർ സിനിമയെ കാണുന്നത് ആർട്ടായിട്ടാണ്. നല്ല സിനിമ എടുക്കണം, അതെല്ലാ കാലവും ജനങ്ങൾക്ക് ഓർക്കാനുള്ളതാവണം എന്ന പിടിവാശി അയാൾക്കുണ്ട്. പക്ഷേ രഘു സിനിമയെ കാണുന്നത് ബിസിനസ് ആയിട്ടാണ്. അയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുക്കണം, അത് കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവണം എന്ന് മാത്രമേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. വിക്ടറി സ്റ്റുഡിയോസിൻ്റെ റീസെൻ്റായി ഇറങ്ങിയ ഇമാൻ ഈഷ്ക് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പ്യാർ ഡേഞ്ചറസ് എന്ന സിനിമയിലൂടെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ് രഘു. പ്യാർ ഡേഞ്ചറസ് എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ എഴുതാനായി രഘു പല ക്രിറ്റിക്സിനും കൈക്കൂലി കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ വളരെ യങ്ങായ മഹിക എന്ന ക്രിറ്റിക് കൂടി ഉണ്ടായിരുന്നു. അവൾ വളരെ സ്റ്റബോണായ, വളരെ സത്യസന്ധതയുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ ആ കൈക്കൂലി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, രഘു ഖന്ന അയാളുടെ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ എഴുതാനായി തന്നെ സമീപിച്ചിരുന്നെന്നും തനിക്ക് കൈക്കൂലി നൽകിയെന്നും ചാനലിൽ ലൈവായി വന്ന് തുറന്നു പറയുന്നു. രഘുവും മഹികയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഇവർ തമ്മിലുള്ള പോരാട്ടം മുറുകുന്നത് വിക്ടറിൻ്റെ ആദ്യ വിവാഹത്തിലുള്ള കൊച്ചുമകളാണ് മഹിക എന്ന സത്യം രഘു തിരിച്ചറിയുമ്പോഴാണ്. വിക്ടർ തൻ്റെ വിക്ടറി സ്റ്റുഡിയോസ് മരിക്കുന്നതിന് മുമ്പ് മഹികയുടെ പേരിൽ എഴുതി വയ്ക്കുന്നു. അയാളുടെ മരണശേഷം മഹിക ആ വിക്ടറി സ്റ്റുഡിയോസ് ഏറ്റെടുക്കുന്നു. രഘു ആ വാശിക്ക് സ്വന്തമായിട്ട് പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് സ്ഥാപിക്കുകയാണ്. രഘുവും മഹികയും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ആണ് ഷോർട്ട് ടൈം എന്ന വെബ് സീരീസ് പറയുന്നത്. ഇതിൽ രഘു ഖന്നയെ അഭിനയിച്ചിരിക്കുന്ന ഇമ്രാൻ ഹാഷ്മിയും വിക്ടർ ഖന്നയെ അഭിനയിച്ചിരിക്കുന്ന നസീറുദ്ദീൻ ഷായും മഹികയെ അഭിനയിച്ചത് മഹിമ മക്വാനയുമാണ്. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നസീറുദ്ദീൻ ഷായ്ക്ക് സ്ക്രീൻ ടൈം വളരെ കുറവാണ്. പക്ഷേ ഉള്ളത് അദ്ദേഹം വളരെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. രഘു ഖന്നയായി അഭിനയിച്ച ഇമ്രാൻ ഹാഷ്മി തന്നെയാണ് ഷോർട്ട് ടൈമിൻ്റെ ഷോ സ്റ്റീലർ. ഒപ്പം അഭിനയിച്ച മൗനി റോയി ആണെങ്കിലും രാജീവ് കാന്തലവാളാണെങ്കിലും മഹിമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. സ്വാഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും ഇമ്രാൻ ഹാഷ്മി ചുമ്മാ തീയാണ്. വൺ ലൈനേഴ്സാണ് അങ്ങേരുടെ മെയിൻ. ഷോർട്ട് ടൈമിൻ്റെ ആകെ 4 എപ്പിസോഡ്സ് മാത്രമേ റിലീസായിട്ടുള്ളൂ. ബാക്കിയുള്ള എപ്പിസോഡ്സ് ജൂണിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു സീന് പോലും ബോറടിപ്പിക്കാത്ത വളരെ എൻഗേജിങ് ആയ സീരീസാണ് ഷോർട്ട് ടൈം. ഇതിന് കൊടുത്ത സിനിക്കൽ കോമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഷോർട്ട് ടൈമിനെ എൻ്റർടൈനർ ആക്കുന്നത്. കരൺ ജോഹറാണ് ഷോർട്ട് ടൈം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പുറത്തിറങ്ങിയ ഷോർട്ട് ടൈം വൻ സക്സസ് ആണ്. 5.7 മില്യൺ വ്യൂസോടെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയി നിൽക്കുന്ന സീരീസാണ് ഷോർട്ട് ടൈം. ആൻഡ് ഒബ്വിയസ്ലി ഇമ്രാൻ ഹാഷ്മി ഇസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ സക്സസ്. ബോളിവുഡിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള സീരീസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡു വാച്ച് ഷോർട്ട് ടൈം. ഇറ്റ് വിൽ നെവർ ഡിസപ്പോയിൻറ്റ് യു. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.